ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ദിഷ്ണ. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ചാപ്റ്റർ നമ്മൾ 10th പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ എന്ന് പറയാറുണ്ട് കോർഡിനേറ്റ് ജോമെട്രി. നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം കൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ള രണ്ട് ഫോർമുലാസ് ആണ്. രണ്ട് ഫോർമുലാസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റും. അതായത് നമുക്ക് രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഒന്ന് ഡിസ്റ്റൻസ് ഫോർമുലയാണ്, മറ്റൊന്ന് സെക്ഷൻ ഫോർമുലയാണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ, നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, 2 പോയിന്റ്സ് ഉണ്ടായിരിക്കും. ആ 2 പോയിന്റ്സ് ഗിവൺ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ 2 പോയിന്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക? അതാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, അതായത് ചുമ്മാ പറയുവാണ്. അതായത് മക്കൾ ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആണ് x1, y1. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്ന് വിളിക്കാം x1, y1 എന്ന് വിളിക്കാം. രണ്ടാമത്തെ പോയിന്റ് x2, y2 ആണ്. ഓക്കെ, 2 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് വിളിച്ചു, ഫോർ എക്സാമ്പിൾ വിളിക്കുന്ന പേര് p എന്നാണ്. രണ്ടാമത്തെ പോയിന്റിന്റെ പേര് എന്ന് പറയുന്നത് q എന്നാണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ p ആൻഡ് q എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലീസ് y2 - y1 ഹോൾ സ്ക്വയർ. ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഇത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. റൂട്ട് ആരും മറക്കരുത്. x2 - x1 ഹോൾ സ്ക്വയർ, അതായത് 2 പോയിന്റ്സിന്റെയും എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, വിച്ച് ഈസ് x2 - x1 ഹോൾ സ്ക്വയർ. പിന്നെ എന്താണ്, രണ്ടിന്റെയും y കോർഡിനേറ്റ്സ് ഡിഫറൻസ് എടുക്കുക, അത് സ്ക്വയർ ചെയ്യുക, വിച്ച് ഈസ് y2 - y1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത് ചെയ്യുക, രണ്ടും കൂടെ സമ്മ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് കൊടുത്താൽ ഡിസ്റ്റൻസ് ഫോർമുലയായി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കുന്ന സമയത്തും ബൈ ഹാർട്ട് ചെയ്യാതെ എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് എന്ത് വേണ്ടി പറ്റും, ഇക്വേഷൻസ് ഓർമ്മിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പെയർ ഓഫ് പോയിന്റ്സ്. 2 പോയിന്റ്സ് ഗിവൺ ആണ്. ഒരു പോയിന്റ് 2, 3 ആണ്, ഒരു പോയിന്റ് 4, 1 ആണ്. അപ്പോൾ ഈ 2 ആൾക്കാർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് വേണം. സോ ഒന്നാമത്തെ പോയിന്റ് വിളിച്ചു x1, y1. രണ്ടാമത്തെ പോയിന്റ് അപ്പോൾ എന്തായിരിക്കും, x2, y2 ആണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പോയിന്റ്സ്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, എന്ത് പേരായാലും കുഴപ്പമില്ല. ഞാൻ ഇതിന് a എന്ന് വിളിച്ചു, ഇതിനെ b എന്ന് വിളിച്ചു. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ a ആൻഡ് b എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇറ്റ് ഈസ് AB ആണ്. AB is equal to root of x2 - x1 whole square plus y2 - y1 whole square ആണ്. ചുമ്മാ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇക്വേഷൻ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ലെ, ഇത് x2 - x1 എടുക്കണം നിർബന്ധമുണ്ടോ, x1 - x2 എടുത്താൽ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. അതൊക്കെ ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം രണ്ടിന്റെയും എക്സുകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക. y2 - y1 ഹോൾ സ്ക്വയർ ആണെങ്കിൽ വൈകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ ചെയ്യുക. നോക്കിക്കേ, 1 - 3 ആണ് y2 - y1, 4 - 2 ആണ് x2 - x1. ആ 2 സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, മറക്കരുത്, ആഡിങ് മറക്കരുത്. 4 - 2 പറയുമ്പോൾ 2 ആണ്, 2 സ്ക്വയർ. 1 - 3 -2 ആണ്, -2ന്റെ സ്ക്വയർ വന്നു. റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 വന്നു, -2ന്റെ സ്ക്വയർ എത്രയാണ്, വീണ്ടും 4 വന്നു. സോ ഹിയർ ദ ആൻസർ ഈസ് റൂട്ട് ഓഫ് 4 + 4 = റൂട്ട് 8 ആണ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ വരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അതായത് റൂട്ട് 8 എഴുതി കഴിഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷെ ചില MCQലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ എന്തുണ്ടാവാറില്ല, റൂട്ട് 8 കാണാനുണ്ടാവില്ല അല്ലെ, കാണുന്നുണ്ടാവില്ല. അപ്പൊ അത്തരം കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഈ റൂട്ട് 8 എന്ന് പറയുമ്പോൾ ഉള്ളിൽ ആരാ ഉള്ളത്, ഉള്ളിൽ 8 ഉള്ളത്. വേണമെങ്കിൽ 8 എന്ന് എഴുതാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, 4 × 2 എന്ന് എഴുതാം. രണ്ടും ശരിയാണോ, ഓഫ് കോഴ്സ് ശരിയാണ്. 8 എന്ന് പറയുന്നതും 4 × 2 എന്ന് പറയുന്നതും സെയിം ആണ്. ഇപ്പൊ 4 × 2 ഞാൻ എഴുതി കാണിച്ചു, അതിൽ 4 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ അതിൽ ആൾക്കാർ നമുക്ക് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ആരെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും, എനിക്ക് ഇവിടെ 4ഉം 2 ഉണ്ടെങ്കിൽ ഇവിടെ റൂട്ട് ഉള്ളത് ആർക്ക് മാത്രമാണ്, 4ന് മാത്രമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ 4നെ മാത്രം എന്ത് ചെയ്തു, പുറത്തേക്ക് വിളിച്ചു. അപ്പൊ 4 പുറത്തേക്ക് വിളിക്കുന്ന സമയത്ത് റൂട്ട് 4 × റൂട്ട് 2 ആണ്. അതായത് ശ്രദ്ധിക്കുക, റൂട്ട് എന്ന് പറയുമ്പോൾ 2 പേർക്കും ബാധകമായതുകൊണ്ട് മാത്രമാണ് മിസ് എന്ത് ചെയ്തത്, റൂട്ട് 4 × റൂട്ട് 2 എന്ന് എഴുതിയത്. വി നോ ദ വാല്യൂ ഓഫ് റൂട്ട് 4, ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ആണെന്നറിയാം. സോ 2 √ 2 ആണ് നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് കമ്പൽസറി അല്ല, നിങ്ങൾക്ക് റൂട്ട് 8 എഴുതി കഴിഞ്ഞാലും ശരി തന്നെയാണ്. പക്ഷെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, 2 √ 2 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കൾ വിചാരിക്കും x2 - x1 തന്നെ എഴുതുന്ന മിസ്സേ, അല്ലെങ്കിൽ x1 - x2 ഫോമിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ. അതായത് മക്കൾ എടുക്കുന്ന പോലെ ഈ 4 - 2 എടുക്കുന്നതിന് പകരം 2 - 4 ഹോൾ സ്ക്വയർ എടുത്താൽ പ്രശ്നമുണ്ടോ, ഒരു പ്രശ്നവും ഇല്ല. അതായത് മക്കൾ ഇവിടെ നോക്കുക,
നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയിൽ സ്ക്വയർ റൂട്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, എല്ലാം ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ x1 - x2 എടുത്താലും y1 - y2 എടുത്താലും യാതൊരു കുഴപ്പമില്ല. ബോത്ത് ആർ ദ സെയിം. ആൻസർ എന്തായിരിക്കും? വിൽ ബി ദ സെയിം. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഓക്കെ, വെരി സിമ്പിൾ അല്ലേ? സോ ഇത്രയും ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ അടുത്ത ഒരു കാര്യം കൂടെ പറയാം. ഡിസ്റ്റൻസ് ഫോർമുലയിൽ മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് മറ്റൊരു ഫോർമുല ആയിട്ട് മക്കൾ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അതായത് 2 പോയിന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇത്തവണ ഞാൻ വിളിക്കുന്ന പേര് x1 y1 ഒന്നുമല്ല. ഒരു പോയിന്റ് വിളിക്കാം xy ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, എൻ്റെ ഒറിജിൻ പോയിന്റ് ആണ്. ഒറിജിന് കേൾക്കുമ്പോൾ ആലോചിക്കുക, ഒറിജിൻ ആണെങ്കിൽ അവിടെ എക്സും വൈയും എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് 0 ആകുന്നത് എവിടെയാണ്? ഒറിജിനിലാണ്. അതായത് ആ ഒരു പോയിന്റ് എന്താണ്? 0 ആണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഇവിടെയും എന്ത് ചെയ്യാണ്? ആ ഒരു പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം സ്റ്റെപ്പിൽ ചെയ്താൽ മതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എന്ത് വരും നോക്കിക്കേ. ഒന്നുകിൽ മക്കൾക്ക് x - 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0 - x എന്ന് എഴുതാം. ബോത്ത് ആർ ദ സെയിം. ഓക്കെ, സോ x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഹോൾ സ്ക്വയർ. സെയിം ഫോർമുലയാണ്. നേരത്തെ നിങ്ങൾ എന്താണോ പഠിച്ചത് അതേ ഫോർമുലയാണ്. അതായത് ആകെ വ്യത്യാസമുള്ള എന്താണ്? ഇവിടെ x1 y1 പകരം മിസ് xy എന്ന് എടുത്തു, x2 y2 പകരം മിസ് 0 എന്ന് എടുത്തു. സെയിം ഫോർമുല വി അപ്ലൈ ഹിയർ. സോ എന്താണ്? റൂട്ട് ഓഫ് x - 0 ഹോൾ സ്ക്വയർ പ്ലീസ് y - 0 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് x - 0 x ആണ്, x സ്ക്വയർ വന്നു. y - 0 y ആണ്, y സ്ക്വയർ വന്നു. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പോയിന്റിനെ നമ്മൾ ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചുമ്മാ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഒന്നും ഫൈൻഡ് ചെയ്യേണ്ട. റൂട്ട് ഓഫ് ആ പോയിന്റിന്റെ എക്സ് കോർഡിന്റെ സ്ക്വയർ പ്ലീസ് ആ പോയിന്റിന്റെ വൈയുടെ സ്ക്വയർ എടുത്താൽ മാത്രം മതി. കൂടുതൽ എന്ത് ചെയ്യേണ്ട? ആർഭാടം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഇസ് വെരി സിമ്പിൾ ആൻഡ് ക്ലീൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ടോപ്പിക് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -68 ഫ്രം ഒറിജിൻ ഈസ്. വെരി സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞതുപോലെ ഒന്നിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഒറിജിൻ എന്ന് പറഞ്ഞ പോയിന്റ് 0 നിങ്ങൾക്ക് അറിയാം. സോ ദി ഇക്വേഷൻ വിൽ ബി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് ഒന്നുമില്ല, ആരാ ഇവിടുത്തെ എക്സ് എന്ന് നോക്കുക, അതായത് -6. സോ -6ന്റെ സ്ക്വയർ. ആരാ ഇവിടുത്തെ വൈ? 8 ആണ്. അപ്പൊ 8ന്റെ സ്ക്വയർ. അപ്പൊ റൂട്ട് ഓഫ് -6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 ആണ്. 8ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ആണ്. റൂട്ട് ഓഫ് 36 + 64 പറയുമ്പോൾ ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 100 ആണ്. സോ ദ വാല്യൂ വിൽ ബി 10 ആയിരിക്കും. അതായത് വെരി സിമ്പിൾ എന്ന് ഞാൻ പറയും. അത്രയും ഈസിയാണ്. ഒന്നുമില്ല, എക്സ്ട്രാ ഒരു ഫോർമുല പഠിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ച ആ ഫോർമുല അപ്ലൈ ചെയ്താലും മതി. ഒറിജിൻ എന്ന് പറയുമ്പോൾ 0 മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല മക്കൾ ശ്രദ്ധിക്കുക. വലിയൊരു ഫോർമുലാസ് ഒക്കെ ഉണ്ട് കാണുമ്പോൾ അല്ലേ, പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് mx2 + nx1 ഒക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ ഒരുപാടുണ്ട്. ഇത്ര മാത്രം ആലോചിക്കുക. അതായത് എൻ്റെ കയ്യിൽ 2 പോയിന്റ്സ് ഉണ്ട്. ഒരു പോയിന്റ് ഞാൻ വിളിച്ചു x1, y1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ പോയിന്റ് വിളിക്കുന്നത് x2, y2 എന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ 2 പോയിന്റും കൂടെ എന്ത് ചെയ്യാണ്? കൂട്ടി അങ്ങ് യോജിപ്പിച്ച് വരച്ചു. ഓക്കെ, അപ്പൊ 2 പോയിന്റ് എന്ത് ചെയ്തു? കൂട്ടി അങ്ങ് യോജിപ്പിച്ച് വരച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? മൂന്നാമതൊരു പോയിന്റ് കൊണ്ട് ആ പോയിന്റിനെ ഞാൻ വിളിക്കാം. അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് ആയിക്കോട്ടെ. ജനറലി നമുക്ക് എന്ത് വിളിക്കാം? x, y എന്ന് വിളിക്കാം. മൂന്നാമതൊരു പോയിന്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാണ്? m1:m2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ഒന്നുമില്ല, 2 പോയിന്റ്സ് ഉണ്ട്. ആ ജോയിൻ ചെയ്ത് എനിക്ക് എന്ത് കിട്ടി? ഒരു ലൈൻ കിട്ടി. ആ ലൈനെ മൂന്നാമതൊരു പോയിന്റ് കൊണ്ട് ഏതോ ഒരു റേഷ്യോയിൽ ഞാൻ ഡിവൈഡ് ചെയ്യാണ്. ആ റേഷ്യോ ആണ് m1:m2 എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് റേഷ്യോ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്ന ആ പോയിന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫോർമുല മാത്രമാണ്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് ഫോർമുല എഴുതാനുള്ള ഒരു വഴി കണ്ടുപിടിക്കാനുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിതിൽ ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്, വൈ കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതായത് എനിക്ക് ആവശ്യം ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് എക്സ് ആണെങ്കിൽ, എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? എൻ്റെ m1 ഇല്ലേ, m1:m2 ആണ് റേഷ്യോ നിങ്ങൾക്കറിയാം. ആ m1 എന്ത് ചെയ്യുക? x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. m1 ഒരിക്കലും x1 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, m1 × x2 ചെയ്യാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്ലസ് നെക്സ്റ്റ് m2 ഇല്ലേ, m2 നമ്മൾ എന്ത് ചെയ്യുക? x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് m2 × x1.
ഡിനോമിനേറ്ററിൽ ഒരു ഡൗട്ടും വേണ്ട, ഇറ്റ് ഇസ് m1 പ്ലസ് m2 ആണ്. രണ്ട് റേഷ്യോന്റെയും സം എടുക്കുക. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മുടെ ഫോർമുലയിൽ ഒരിക്കലും y കയറി വരില്ല, എക്സിന്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം മക്കൾ ആലോചിക്കുക. സോ y ആണെങ്കിലോ ഇതേപോലെയാണ്, ആ എക്സ് ഉള്ള പൊസിഷനിൽ എന്താക്കിയാൽ മതി, നിങ്ങൾ y എന്നാക്കിയാൽ മാത്രം മതി, എക്സ്ട്രാ ഒന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് m1 ഇൻറ്റു y2 പ്ലസ് m2 ഇൻറ്റു y1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 തന്നെയാണ്. അതായത് എന്ത് ചെയ്യുന്നു, m1 ഇൻറ്റു ഇതിന്റെ y കോർഡിനേറ്റർ പ്ലസ് m2 ഇൻറ്റു ഇതിന്റെ y കോർഡിനേറ്റർ ഡിവൈഡ് ബൈ m1 പ്ലസ് m2. വെരി ക്ലിയർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫോർമുല എന്ന് പറയുന്നത്. ഫോർമുല ആയിട്ട് എന്ത് ചെയ്യണ്ട, ആരും ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട. ആ ഒരു ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യാൻ മക്കൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പോകുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. Find the coordinates of the point which divides the line segment joining the points 4, -3 and 8, 5 in the ratio 3:1 internally. ആക്ച്വലി മക്കൾക്ക് ഈ പഠിക്കാനുള്ളത് ഇന്റേണൽ ഡിവിഷൻ മാത്രമാണ്, എക്സ്റ്റേണൽ ഡിവിഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ ഇന്റേണൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ 3:1 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ റേഷ്യോ ആണ് 3:1. അതായത് നമ്മൾ പറയുമ്പം m1:m2 പകരം ഇവിടെ ഗിവൺ ആണ് 3:1 അതായത് 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് അവർ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ആ ഒരു രണ്ട് പോയിന്റ്സ് ഗിവൺ ആണ്. ഏത് രണ്ട് പോയിന്റ്സുകൾ കൂടി ചേരുമ്പോൾ ആ ലൈൻ ഉണ്ടായത്, ഒരു പോയിന്റ് 4 - 3 ഒരു പോയിന്റ് 8, 5 ആണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് ആര് മാത്രം മതി, ഫോർമുല മാത്രം മതി. അപ്പൊ ഇവിടെ കാണുന്ന ഈ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് നമുക്ക് അറിയില്ല, അതിന്റെ കോർഡിനേറ്റ്സ് x, y ആണ്. സോ ഐ വാണ്ട് ടു ഫൈൻഡ് x ആൻഡ് y. സോ x is equal to എന്താ ഇക്വേഷൻ, ഫസ്റ്റ് കേസിൽ വെച്ച് എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതി കാണിക്കാം. m1 ഇൻറ്റു x2 പ്ലസ് m2 ഇൻറ്റു x1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ആണ്. ഇതായിരുന്നു നമ്മുടെ എന്ത് ഫോർമുല എന്ന് പറയുന്നത് ഫോർ x കോർഡിനേറ്റ് ഓഫ് ദ ഡിവൈഡിങ് പോയിന്റ്. അപ്പൊ m1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാ, 3 ആണ്. ഓക്കെ, ഇത് x1, ഇത് y1 എന്ന് ഞാൻ വിളിച്ചു, ഇതിന് x2 y2 എന്ന് വിളിച്ചു, ഇതിനെ m1 m2 എന്ന് വിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. സോ ശ്രദ്ധിക്കുക, m1 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ എത്ര വരെയാ ആലോചിക്കുക, 3 ഇൻറ്റു 8 പ്ലസ് m2 ഇൻറ്റു x1 പറയുമ്പം 1 ഇൻറ്റു എന്താ ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പറയുമ്പോൾ m1 3 ആണ്, m2 1 ആണ്, വിച്ച് ഇസ് 3 + 1 ആണ്. സോ ചെയ്തോ, 3 ഇൻറ്റു 8 24 ആണ്, 1 ഇൻറ്റു 4 4 ആണ്, ഡിവൈഡ് ബൈ 3 + 1 4 ആണ്. 24 + 4 പറയുമ്പോൾ 28 ആണ്. 28/4 എന്ന് പറയുമ്പം the answer will be 7 ആണ്. അതായത് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്, എക്സ് കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞു, 7 ആണ് ആൻസർ വരിക. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, y കണ്ടുപിടിക്കണം. y എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, y എന്ന് പറയുമ്പം നമുക്ക് ഇതേ ഫോർമുല തന്നെയാണ്. ആ ഒരു എക്സിന്റെ സ്ഥാനത്ത് y കൊടുത്താൽ മാത്രം മതി. m1 ഇൻറ്റു y2 പ്ലസ് m2 ഇൻറ്റു y1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ആണ്. പറഞ്ഞോടാ, ഇവിടെ y1 പറയുമ്പം m1 ഇൻറ്റു y2 ആണല്ലേ, y1 അല്ല y2. അപ്പൊ 3 ഇൻറ്റു എന്താ ചെയ്യാ, 5 ചെയ്യാ. നെക്സ്റ്റ് m2 ഇൻറ്റു y1, m2 1 ആണ്, y1 -3 ആണ്, 1 ഇൻറ്റു -3 എന്ന് വന്നു. ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പറയുമ്പം ഇറ്റ് ഇസ് 3 + 1 തന്നെയാണ്. 3 ഇൻറ്റു 5 15 ആണ്, 1 ഇൻറ്റു -3 പറയുമ്പോൾ -3 ആണ്. ഡിവൈഡ് ബൈ 3 + 1 4 വന്നു, 15 - 3 12 ആണ്. 12/4 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, 3 എന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് ആ ഒരു ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സും വൈയും കിട്ടി. സോ ദ പോയിന്റ് വിൽ ബി x, y. സോ ദ പോയിന്റ് വിൽ ബി 7, 3 ആയിരിക്കും ആൻസർ വരിക. 7, 3 ആണ് ആ ഒരു പോയിന്റ് വരിക. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്, മിസ് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് 1:1 റേഷ്യോ ഡിവൈഡ് ചെയ്തൂടേടാ. അതായത് നമ്മൾ പറയുന്നുണ്ട് ഏതെങ്കിലും റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം എൻ്റെ കയ്യിൽ രണ്ട് പോയിന്റ് ഉണ്ട്, ഒരു x1 y1 ഒരു x2 y2 ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റും എന്ത് ചെയ്ത് കൂട്ടി അങ്ങ് യോജിപ്പിച്ച് വരച്ചു, ഒരു വലിയൊരു ലൈൻ കിട്ടി. ഞാൻ ഏതോ ഒരു പോയിന്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, അതിന് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, x, y എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ 1:1 റേഷ്യോയിൽ ഒരു ലൈൻ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പോയിന്റിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, ആ കാണുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഈ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1:1 എന്ന് പറയുമ്പം ആ ലൈൻ എന്ത് ചെയ്യാണ് മക്കളെ, അതിന്റെ മിഡ് പോയിന്റ് എടുക്കണം കേട്ടോ. ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് 1:1 റേഷ്യോ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ മിഡ് പോയിന്റ് എന്ന് ആലോചിക്കുക.
മിഡ് പോയിന്റ് ആണെങ്കിൽ 1:1 റേഷ്യോയിലാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ നേരത്തെ ഉള്ള ഇക്വേഷനിൽ m1 × x2 m2 × x1 / m+n എന്ന് പറയുന്ന m1 + m2 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നമ്മൾ m1 m2 പകരം എന്ത് കൊടുക്കുകയാണ്, 1:1 കൊടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ ആകെ മാറിയിട്ട് എങ്ങനെയാ വരിക, നമ്മൾ 1:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പം x1 + x2/2 ആയിരിക്കും, y കോർഡിനേറ്റ് എന്ന് പറയുമ്പം y1 + y2 / 2 ആയിരിക്കും. അതായത് കൂടുതൽ അലങ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, മിഡ് പോയിന്റ് എന്ന് പറയുമ്പം ഇതാണ് മിഡ് പോയിന്റ് എങ്കിൽ 1:1 റേഷ്യോയിലാണെങ്കിൽ രണ്ട് പോയിന്റിന്റെയും എക്സുകൾ തമ്മിൽ കൂട്ടുക /2 ചെയ്യുക, രണ്ടിന്റെയും വൈകൾ തമ്മിൽ കൂട്ടുക /2 ചെയ്യുക. അതായിരിക്കും y കോർഡിനേറ്റ്, മറ്റൊരു എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യേണ്ട, കൂടുതലൊന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ആ ഒരു ഇക്വേഷനല്ലേ, തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന ആ ഒരു m1 x2 ആ ഇക്വേഷനിൽ m1 m2 പകരം 1 കൊടുത്താൽ ഉണ്ടാവുന്ന ഇക്വേഷനാണ് മിസ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണിച്ചായിരിക്കുന്നു. ചില ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇത് ഉപയോഗിക്കാനുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഫോർമുലാസും, അതായത് രണ്ട് ഫോർമുലാസും മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയും മിസ് എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈവുകൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയും മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും കാണണം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. ബൈ.